പലപ്പോഴും രോഗികൾ പ്രത്യേകിച്ച് വാട്സാപ്പിൽ ഫോട്ടോ അയച്ച് ചോദിക്കുന്നതാണ്, ഡോക്ടറെ എനിക്ക് പുറം വേദനയുണ്ട്, ദേ ഈ ക്രീം ഉപയോഗിക്കട്ടെ അല്ലെങ്കിൽ ഈ റോൾ ഓൺ ഉപയോഗിക്കട്ടെ എന്ന് സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമാണ്. മൂന്നാറിലൊരു മലമുകളിൽ നിൽക്കുന്ന ഒരാൾക്ക് സഹിക്കാൻ പറ്റാത്ത വേദന എടുക്കുമ്പോൾ അയാളോട് പോയി എക്സ്റേ എടുക്കാൻ പറയാൻ പറ്റില്ലല്ലോ. താൽക്കാലികമായി നമ്മുടെ തലച്ചോറിനെ നമ്മളൊന്ന് കബളിപ്പിക്കുന്നു. അതായത് ഒരു സിഗ്നൽ വരാതെ മറ്റേ സിഗ്നലിനെ കൂടുതൽ എത്തിച്ച് മറ്റേ സിഗ്നലിനെ മാറ്റി നിർത്തുന്നു. ബേസിക്കലി എന്താണോ പത്തോളജി അതിനെ അഡ്രസ്സ് ചെയ്യത്തില്ല. കാരണം യുവർ സ്കിൻ ഈസ് ആൻ ഇംപെർമിയബിലിറ്റി. പലപ്പോഴും രോഗികൾ പ്രത്യേകിച്ച് വാട്സാപ്പിൽ ഫോട്ടോ അയച്ച് ചോദിക്കുന്നതാണ്, ഡോക്ടറെ എനിക്ക് പുറം വേദനയുണ്ട്, ദേ ഈ ക്രീം ഉപയോഗിക്കട്ടെ അല്ലെങ്കിൽ ഈ റോൾ ഓൺ ഉപയോഗിക്കട്ടെ എന്ന് സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമാണ്. പലപ്പോഴും നമ്മൾ അവരെ നിരുത്സാഹപ്പെടുത്തത്തില്ല. കാരണം ഒരു എമർജൻസി കണ്ടീഷനിൽ, ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം എനിക്ക് കോൾ വന്നത്, മൂന്നാറിൽ എവിടെയോ ട്രക്ക് പോയ സമയത്ത് കാലിൻ്റെ കുഴ തിരിഞ്ഞുപോയി, സഹിക്കാൻ പറ്റാത്ത വേദനയാണ്, ഇവിടെ അടുത്ത് ഹോസ്പിറ്റലില്ല, അപ്പോൾ എന്നോട് ക്രീം ഇടട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ക്രീം ഇട്ടു, പക്ഷേ മസാജ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഗുണവും ദോഷത്തെപ്പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അനൂപ് RC, കൺസൾട്ടൻറ്റ് ഓർത്തോപീഡിക് ആൻഡ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജൻ, സ്പ്രിംഗ്ഫീൽഡ് KMC ഹോസ്പിറ്റൽ, എറണാകുളം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഒരു ഇഞ്ചുറിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മെയിൻലി ഓർത്തോപീഡിക് ഇഞ്ചുറിയെ പറ്റി പറയാം. കാലിൻ്റെ കുഴ തിരിയുമ്പോൾ നമ്മളുടെ കാലിൻ്റെ കുഴയിൽ കുറേ ലിഗമെൻറ്റ് കോംപ്ലക്സസുകളുണ്ട്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ലിഗമെൻറ്റ്സ് വലിയുകയും അപ്പോൾ നമുക്ക് ലിഗമെൻറ്റ്സിൻ്റെ കുറേ ഫൈബേഴ്സ് പൊട്ടുകയും, എന്നാൽ ബോൺ ഫ്രാക്ചർ ആവാനുള്ള ഒരു ഫോഴ്സിലേക്ക് എത്താത്തതുകൊണ്ട് ബോണിലേക്ക് ഫ്രാക്ചർ എത്താതിരിക്കുകയും ചെയ്യും. അപ്പോൾ ആ കണ്ടീഷനിലാണ് നമുക്ക് ലിഗമെൻറ്റ് സ്പ്രെയിൻ അല്ലെങ്കിൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വാക്കുകൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ മാറ്റിയും തിരിച്ചും ഉപയോഗിക്കുന്നതാണ്. നമുക്ക് യൂഷ്വലി സംഭവിക്കുന്നത് സ്ട്രെയിൻ കംപ്ലീറ്റ്ലി ഫ്രാക്ചർ ആകുമ്പോഴാണ് നമ്മൾ സ്പ്രെയിൻ എന്ന് പറയാം. അപ്പോൾ സ്ട്രെയിൻ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് നമ്മുടെ തലച്ചോറിലേക്ക് A ഡെൽറ്റ അങ്ങനെ ഫൈബേഴ്സ് ഉണ്ട്. ആ ഫൈബേഴ്സ് വഴിയാണ് നമ്മുടെ തലച്ചോറിലേക്ക് അത് അറിയിക്കുന്നത് അങ്ങനെ ഒരു ഇഞ്ചുറി സംഭവിച്ചെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് നടന്നിട്ടാണ് നമുക്ക് പെയിൻ വരുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു വേദന അറിയുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ അതിനെ ഹീൽ ചെയ്യാൻ സഹായിക്കും. ഇതാണ് നേച്ചറിൻ്റെ മെക്കാനിസം. അങ്ങനെ ഒരു മുറിവുണ്ടായി എന്ന് നമ്മുടെ തലച്ചോറിനെ അറിയിക്കുകയും ആ വേദനയിൽ നമ്മൾ നടക്കാതാവുകയും നമ്മൾ റെസ്റ്റ് എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബോഡിയുടെ നാച്ചുറൽ റൂൾ. അപ്പോൾ ആ നാച്ചുറൽ റൂളിനെ നമ്മൾ മറികടക്കാനാണ് പലപ്പോഴും നമ്മൾ മെഡിക്കൽ സയൻസ്, അതായത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനാണല്ലോ മെഡിക്കൽ സയൻസ്. അപ്പോൾ എന്താണ് ഈ റോൾ ഓൺസും ക്രീംസും ഒക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ തലച്ചോറിലേക്ക് ഇത് കടന്നു പോകുന്നത് നിങ്ങൾ ആലോചിക്കുക, ഒരു ഗേറ്റ് വഴിയാണ്. ഈ മുറിയിലേക്ക് കടന്നു വരാനൊരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ കടന്നു വരുന്ന അതേ വഴിയിൽ മറ്റൊരാളും കടന്നു വരുന്നു. അപ്പോൾ ഞാൻ പുറകിലേക്ക് മാറി നിന്നിട്ട് മറ്റേ ആളെ കടത്തിവിടുന്നു. അപ്പോൾ ഞാനാണ് പെയിൻ എന്ന് വിചാരിക്കുക. നമ്മൾ കാലിലൊരു മുറിവുണ്ടായതിന് ശേഷം നമ്മളവിടെ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ പ്രധാനമായി ഈ ക്രീമുകൾക്കൊന്നും നമ്മുടെ സ്ട്രാറ്റം ലൂസിഡ, നമ്മുടെ സ്കിന്നിന് പല ലേയേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും താഴെയുള്ള ലെയർ സ്ട്രാറ്റം ലൂസിഡമാണ്. അത് ക്രോസ് ചെയ്ത് പോകാൻ യാതൊരു വിധത്തിലുള്ള സംവിധാനം നമ്മുടെ ശരീരത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിടന്നു കഴിഞ്ഞാൽ ആ പൂളിലെ വെള്ളം മൊത്തം നിങ്ങളുടെ ശരീരത്തിൽ കയറേണ്ടതല്ലേ. നമ്മുടെ സ്കിന്ന് യാതൊന്നും അകത്തേക്ക് കടത്തി വിടാത്തൊരു വലിയ ബാരിയറാണ്. അപ്പോൾ നമ്മൾ ഈ പുറമെ അപ്ലൈ ചെയ്യുന്ന ഒരു സാധനവും ഒരിക്കലും ഇഞ്ചേർഡായ ഭാഗത്തേക്ക് എത്താൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ തലവേദനയ്ക്ക് ടൈഗർ ബാം ഇടുന്നുണ്ടല്ലോ, അപ്പോൾ തലവേദന കുറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ ഗേറ്റ് വേ തിയറി ഓഫ് പെയിൻ എന്ന് പറയും. അപ്പോൾ നിങ്ങളൊരു ഗേറ്റ് സങ്കല്പിക്കുക. അപ്പോൾ ഗേറ്റിലേക്ക് ഞാൻ നടന്നു വരും, ഞാനാണ് പെയിൻ. അപ്പോൾ ഈ റൂമാണ് ബ്രെയിൻ എന്ന് കരുതാം. അപ്പോൾ ഞാൻ അകത്തേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ഇൻഫർമേഷനുമായിട്ടാണ് വരുന്നത്, എൻ്റെ കാലിൽ ലിഗമെൻറ്റ് മുറിഞ്ഞു എന്നുള്ളത്. ഈ ഞാനാണ് എൻ്റെ ബ്രെയിനിനെ അറിയിക്കുന്നത് എനിക്ക് വേദന എടുക്കുന്നതെന്ന്. അതിന് പകരം നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഞാൻ ഒരു വട്ടമല്ല, ഞാൻ പലവട്ടം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാനെന്ന് പറയുന്നത് വേദന എന്ന സിഗ്നലിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ എൻ്റെ ഒപ്പം തന്നെ അവിടുന്ന് ഫാസ്റ്റായിട്ട് വേറൊരാളോട് കടന്നു വരികയാണ്. അയാൾ പറയുന്നത് അവിടെ നന്നായിട്ട് എന്തോ തടവുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു ഇറിറ്റേഷൻ സംഭവിക്കുന്നു. അപ്പോൾ ആ മെസ്സേജായിട്ട് വരുന്ന ആളെ എന്നെ തള്ളി മാറ്റിയിട്ട് ഈ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന മെസ്സേജസ് ബ്രെയിനിലേക്ക് എത്തിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും, ഞാനൊരു സൈഡിലേക്ക് മാറി നിൽക്കുമ്പോൾ മറ്റേ ആൾ തള്ളി തുറന്നു വരുന്നു. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് കിട്ടുന്ന ഇമ്പൾസസ്
ഒന്നെങ്കിൽ ആ അപ്ലൈ ചെയ്യുന്ന സാധനത്തിലുള്ള ഇറിറ്റേഷൻ, അല്ലെങ്കിൽ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റിമുലസ്, അത് വേറൊരു ഫൈബർ വഴിയാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഞാൻ വരുന്ന പോലെയല്ല വേറൊരാൾ വരുന്നത്. അതുപോലെ തന്നെയാണ് A-delta ഫൈബർ വഴിയാണ് പെയിൻ വരുന്നത്. ഈ ടച്ച് മറ്റുള്ള സെൻസേഷൻ വരുന്നത് വേറൊരു ഫൈബർ വഴിയാണ്. അപ്പോൾ ഈ ഗേറ്റ്വേ തിയറി പ്രകാരം ഒരെണ്ണത്തിന് മാത്രമേ കടക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടാണ് മറ്റേ കൗണ്ടർ ഇറിറ്റേഷൻ, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓയിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മസാജ്, ടച്ച്, ഹീറ്റ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഈ എന്നെ തള്ളി മാറ്റിയിട്ട് അവർ അകത്തേക്ക് കിടക്കുന്നത് മൂലം നമുക്ക് ഈ പെയിൻ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു താൽക്കാലിക ആശ്വാസമായി ചെയ്യാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഞാനീ പറഞ്ഞ സാഹചര്യത്തിൽ മൂന്നാറിലൊരു മലമുകളിൽ നിൽക്കുന്ന ഒരാൾക്ക് സഹിക്കാൻ പറ്റാത്ത വേദന എടുക്കുമ്പോൾ അയാളോട് പോയി എക്സ്റേ എടുക്കാൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഇമൾസിഫിക്കേഷൻസ്, ഓയിൻമെൻറ്റ്സ് ഒക്കെ താൽക്കാലികമായി ശമനത്തിന് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഇതൊരു ട്രീറ്റ്മെൻറ്റ് രീതിയായി നമുക്ക് അഡ്വൈസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ ലിഗമെൻറ്റ് ടയർ, അല്ലെങ്കിൽ മസിൽ ടയർ, കാർട്ടിലേജ്, അങ്ങനെയുള്ള ഡാമേജുകൾ കാരണമാണ് പലപ്പോഴും നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. അതിൻ്റേതായ ചികിത്സ ആവശ്യമാണ്. ഇതൊരു ക്യൂറല്ല എങ്കിലും ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന നിലയിലോ താൽക്കാലികമായ ആശ്വാസം നൽകുന്നു എന്ന നിലയിലോ ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കണ്ടുവരുന്നതാണ് ഇപ്പോൾ ഞാൻ ഒരു ബ്രാൻഡിൻ്റെ പേരായിട്ട് പറയുന്നില്ല, പലപ്പോഴും മുട്ടിൻ്റെ തീരുമാനത്തിനായി ഉപയോഗിക്കുന്ന ഒരുപാട് ഓയിലുകൾ, സപ്ലിമെൻറ്റ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. എന്നാൽ ഇതിൻ്റെ ഫങ്ഷനും ഞാൻ പറഞ്ഞ അതേ സെയിം പാത്വേയിൽ തന്നെയാണ്. താൽക്കാലികമായി നമ്മുടെ തലച്ചോറിനെ നമ്മളൊന്ന് കബളിപ്പിക്കുന്നു. അതായത് ഒരു സിഗ്നൽ വരാതെ മറ്റേ സിഗ്നലിനെ കൂടുതൽ എത്തിച്ച് മറ്റേ സിഗ്നലിനെ മാറ്റി നിർത്തുന്നു. ഇത് പക്ഷേ നമ്മുടെ ലോജിക്ക് വെച്ച് നമ്മൾ ആലോചിച്ചാൽ അറിയാം, നമുക്ക് അറിയേണ്ട കാര്യം അറിയാതിരിക്കുകയും അതിനെ മാറ്റി നിർത്തി മറ്റൊരു സിഗ്നൽ കടത്തി വിടുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെയോ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഡാമേജിനെയോ ഇത് അഡ്രസ്സ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊരു ചികിത്സാ രീതിയായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ താൽക്കാലിക ആശ്വാസത്തിന് തീർച്ചയായും ഉപയോഗിക്കാൻ കഴിയുന്ന സാധനങ്ങളാണ് ഈ റോളോൺസ്, ഇമൾസിഫിക്കേഷൻസ്, ഓയിൻമെൻറ്റ്സ്, പിന്നെ ആയുർവേദത്തിലുള്ള ആയുർവേദത്തിലെ തൈലങ്ങളൊക്കെ പലതും അതിനുവേണ്ടി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. കാരണം അതിന് ആ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. പലപ്പോഴും തിളച്ച എണ്ണകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ചൂടിൻ്റെ സിഗ്നൽസ് കൂടി ബ്രെയിനിലേക്ക് കിട്ടും. ആ തടവുന്നതിനോടൊപ്പം ചൂടിൻ്റെ ഒപ്പം പ്ലസ് അതിലൊരു ഇറിറ്റൻ്റ് ആയിട്ടുള്ള സാധനമാണ്. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇതൊരു ഇറിറ്റേറ്റിംഗ് സാധനമാണ്. പലപ്പോഴും നമ്മൾ സ്കിന്നിൽ ഇടുമ്പോൾ തന്നെ നമുക്കൊരു ചൂട് അനുഭവിക്കുകയും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയും, പലപ്പോഴും നിങ്ങൾ ടൈഗർ ബാം ആണെങ്കിലും വിക്സ് ആണെങ്കിലും നെറ്റിയിൽ പുരട്ടുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീൽ അറിയാൻ പറ്റും. നിങ്ങളുടെ സ്കിന്നിനെ അത് ഇറിറ്റേറ്റ് ചെയ്യുന്നത്. അത് ചില ആൾക്കാർ വാരി പൊത്തിക്കൊണ്ട് നടന്നിട്ട് അവസാനം സ്കിന്ന് തന്നെ ഇളകി പോകുന്ന കണ്ടീഷൻ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു കൗണ്ടർ ഇറിറ്റേറ്റീവ് ആക്ഷനാണ് ഇതിനകത്ത് ഫങ്ഷൻ ചെയ്യുന്നത്. ബേസിക്കലി എന്താണോ പത്തോളജി അതിനെ അഡ്രസ്സ് ചെയ്യത്തില്ല. കാരണം യുവർ സ്കിൻ ഈസ് ആൻ ഇംപെർമിയബിൾ തിങ്.